ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ സൈനിക ഭരണം വരും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് സാധ്യത. പാകിസ്ഥാനിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നെന്ന ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് ഈ അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായാണ് നഖ്വി അറിയപ്പെടുന്നത്. നഖ്വിയുടെ നാവിൽ നിന്നും തന്നെ നിലവിലെ സിവിലിയൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന പ്രസ്താവന വന്നതാണ് ഇതിനൊക്കെ ആധാരം. പാകിസ്ഥാന്റെ ഭരണ സംവിധാനം തകർന്നു കഴിഞ്ഞുവെന്നും പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമാണ് നഖ്വി പ്രസ്താവിച്ചത്. മുനീറിന്റെ വക്താവായാണ് നഖ്വി അറിയപ്പെടുന്നത് എന്നതിനാൽ ഈ പ്രസ്താവന സൈനിക അട്ടിമറിയുടെ മുന്നോടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. നിലവിൽ പാകിസ്ഥാന്റെ സർവാധികാരിയായി ഫീൽഡ് മാർഷൽ അസീം മുനീർ മാറിയിരിക്കുകയാണ്. ജനസംഖ്യാ നിയന്ത്രണം, ആണവ കമാൻഡ്, സുരക്ഷ, നയതന്ത്രം തുടങ്ങി ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും മുനീറാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഭരണത്തിലുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം സൈന്യത്തിന്റെ കൈകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം മുനീറിന്റെ സാന്നിധ്യം ഉണ്ടായതോടെയാണ് ഭരണത്തിൽ പാക് സൈന്യം പിടിമുറുക്കുന്നുവെന്ന് വ്യക്തമായത്. നിലവിലെ രാഷ്ട്രീയ ക്രമം മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായി മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ആദിൽ രാജ അവകാശപ്പെട്ടു. ഇതനുസരിച്ച് ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുള്ള സൈനിക ഭരണകൂടം വരിക. അസിം മുനീർ പ്രസിഡന്റ് മൊഹസിൻ നഖ്വി പ്രധാനമന്ത്രിയുമായി മാറാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക തകർച്ച, ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തുൻഖ്വയിലെയും വിമത നീക്കങ്ങൾ, ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ നേരിട്ടുള്ള സൈനിക ഭരണം ഏർപ്പെടുത്താൻ സൈന്യത്തിനു മേൽ സമ്മർദ്ദമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മുനീർ നേരിട്ട് ഭരണമേറ്റെടുത്ത് സൈനിക നിയമം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് വിരമിച്ച ഇന്ത്യൻ ആർമി മേജർ ജനറൽ CM സേത് വിലയിരുത്തുന്നു. 1947 പാകിസ്ഥാൻ രൂപീകൃതമായതിനു ശേഷം 4 തവണ പാകിസ്ഥാനിൽ സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ അഞ്ചാമതൊരു അട്ടിമറിയിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം തകർന്നറിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അമേരിക്കയുടെ അടിയന്തര സഹായം തേടിയിരുന്നു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനും കറൻസിയുടെ മൂല്യത്തകർച്ച തടയുന്നതിനുമായി $10 ബില്യൺ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റി ലഭ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. 5 വർഷത്തെ കാലാവധിയുള്ള ഈ സഹായത്തിനായി പാകിസ്ഥാൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള സഹായങ്ങൾ തുടരുമ്പോഴും സമീപകാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവ് അവരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് നേരിട്ടുള്ള ധനസഹായം ലഭിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തിന് അതൊരു വലിയ ആശ്വാസമാകും. കൂടാതെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കും. സമീപകാലത്ത് US ഇറാൻ സംഘർഷത്തിനിടയിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിൽ പാകിസ്ഥാൻ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇത് രാജ്യത്തിന്റെ നയതന്ത്രം സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യം US-ൽ നിന്നും കൂടുതൽ സാമ്പത്തിക പിന്തുണ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള മടങ്ങിവരവും നിക്ഷേപകർക്കിടയിൽ വിശ്വാസ്യത ഉറപ്പാക്കലുമാണ് അവർ ലക്ഷ്യമിടുന്നത്. 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുള്ള $10 ബില്യൺ സഹായം നൽകണമെന്ന് പാകിസ്ഥാൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനോട് അഭ്യർത്ഥിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. US ട്രഷറി ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നൽകാറുള്ളൂ. സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന രാജ്യങ്ങൾക്ക് നൽകുന്ന താൽക്കാലികമായ സഹായമാണിത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.